Good afternoon. Good afternoon. കേൾക്കുന്നില്ലേ നിങ്ങള്? ഓക്കെ. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമുക്ക് ഇവിടെ കറണ്ടിന്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് വീഡിയോ ഓൺ ആക്കിയാലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമെന്നുള്ളത് ക്ലിയർ അല്ല. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിടാം, എന്നിട്ട് അപ്പൊ തന്നെ ഓഫ് ചെയ്യാം കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങള്? ചെറിയൊരു ലൈറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഓക്കെ. നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ? ഞാൻ നിങ്ങളുടെ ബാച്ചിലർ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ ആരെങ്കിലും? ഉണ്ട്. ശരണ്യ അവിടെ പറഞ്ഞിട്ടുണ്ട്. ശരി. നിങ്ങളുടെ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് നമ്മൾ ടീച്ചേഴ്സിനെയൊക്കെ ആണെങ്കിലും രണ്ട് മൂന്ന് ബാച്ചിലൊക്കെ ആയിട്ട് ഓരോ ടീച്ചറിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ ഇത് ഷെഡ്യൂൾ ചെയ്തപ്പോ ജസ്റ്റ് ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് മാറിയതാണ്. ഞാൻ വേറെ ബാച്ചുകളിലായിരുന്നു ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എക്സാമിന് കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഇനിയിപ്പോ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ തീരാറായി. പിന്നെ കുറച്ച് ചാപ്റ്ററുകൾ അവിടെയുണ്ട് അല്ലെ, റെസ്പോൺസിബിലിറ്റി എടുക്കാണ്ട്, പിന്നെ കമ്പ്യൂട്ടറിന്റെ ഉണ്ട്, പിന്നെ ഏതാണ് മെഡിക്കൽ എക്യുപ്മെന്റ് ഉണ്ട്, മെഡിക്കൽ ഗ്യാസ്, അങ്ങനെ 4 ചാപ്റ്റർ ആണത്. ഇത്രയും ചാപ്റ്റർ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാനിപ്പോ കയറിയതാണ് കേട്ടോ, നിങ്ങളുടെ ചാപ്റ്റർ വേഗം തീർക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇനി ഈ ഇപ്പൊ നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞ 4th മൊഡ്യൂളിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഞാൻ ഇവിടെ ഒന്ന് ഷെയർ ചെയ്തിടാം. മെഡിക്കൽ ഗ്യാസസ് ഒരു ചാപ്റ്റർ ഇനിയിപ്പോ ഞാനായിരിക്കും എടുക്കുന്നത്. നിങ്ങളുടെ വേറൊന്നുമല്ല വെച്ചാൽ ഞാൻ നിങ്ങളുടെ ചാപ്റ്റർ വേഗം തീരാൻ വേണ്ടിയിട്ട് എന്റെ ഒരു ബാച്ച് ഫ്രീ ആയി കഴിഞ്ഞപ്പോ അവരുടെ മെയിൻ എക്സാം ഇപ്പൊ അടുത്ത ദിവസം തേഴ്സ്ഡേ മെയിൻ എക്സാം ആണ്. അപ്പൊ അവരുടെ ക്ലാസ്സുകൾ ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ ഞാൻ അവിടെ ഫ്രീ ആയപ്പോ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി കയറിയിട്ടാണ്. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതുവരെ എനിക്ക് നിങ്ങളെ അങ്ങനെ വലിയ പരിചയമില്ല, അതുകൊണ്ട് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് രമ്യ എന്നാണ് കേട്ടോ. കുഴപ്പമില്ല, നല്ല കുട്ടികളാന്ന് പറഞ്ഞു. ഓൾറെഡി ഞാൻ ചോദിച്ചു, ഇവിടെ എടുക്കുന്ന ടീച്ചേഴ്സിനോട് ചോദിച്ചു എങ്ങനെയുണ്ട് കുട്ടികള്, എനിക്ക് വലിയ പരിചയമില്ല കേട്ടോ എന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടികളാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് എന്നാ ചാപ്റ്റർ തുടങ്ങാം. നല്ല കുട്ടികളാണ്. ഓക്കെ, അവര് പറഞ്ഞു, ഞാൻ ചോദിച്ചു നല്ല കുട്ടികളാണെന്ന് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, എന്തായാലും നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഏതാണ് 4th മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് കേട്ടോ, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഇനിയിപ്പോ ഞാൻ എടുക്കുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യക്തത കുറവോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ചാപ്റ്ററിന്റെ നമ്പർ നിങ്ങൾ നോക്കണ്ട, ഹെഡിങ് നോക്കി എടുക്കുക കേട്ടോ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ചാപ്റ്റർ 5 എന്നാണ് ഇതിനകത്ത് കിടക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്ന ഇതിനകത്ത് 34 പ്രിന്റ് ചെയ്തിട്ടുണ്ട്, ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 34 എന്നാണ്. നിങ്ങൾ നമ്പർ നോക്കണ്ട. നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ പേപ്പർ 1 വരുന്ന ചാപ്റ്റേഴ്സ് ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുക. പേപ്പർ 2 വരുന്നത് പേപ്പർ 3 പേപ്പർ 4 അങ്ങനെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് 4th മൊഡ്യൂളിൽ വരുന്ന സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഓക്കെ, നിങ്ങളുടെ അത് പേപ്പർ വൈസ് തിരിച്ചത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ. ഓരോ പേപ്പർ വൈസ് തിരിച്ചതില്ലേ, മൊഡ്യൂൾ വൈസ് പേപ്പർ 1 പേപ്പർ 2. അപ്പൊ അതിനകത്ത് നിങ്ങൾ അത് അനുസരിച്ച് സോർട്ട് ചെയ്ത് വെച്ചിട്ട് വേണം എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട്. മെയിൻ എക്സാമിന് നിങ്ങൾക്ക് അറിയാലോ, ഓരോ പേപ്പറുകളും തിരിച്ചായിരിക്കും എക്സാം വരുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ സോർട്ട് ചെയ്ത് വെക്കണം. പേപ്പർ 1 ഇൻട്രൊഡക്ഷൻ മുതൽ ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ, അങ്ങനെ അത് സോർട്ട് ചെയ്ത് വെക്കുക. വെന്റിലേറ്റർ വരെയല്ല അതിനകത്ത് വരുന്നത്. അങ്ങനെ 2nd മൊഡ്യൂളിൽ സോർട്ട് ചെയ്യുക, 3rd മൊഡ്യൂളിൽ 4th മൊഡ്യൂളിലൊക്കെ ചാപ്റ്റേഴ്സ് ഒന്നും മാറിപ്പോവാതെ കറക്റ്റ് ആയിട്ട് ഇത് തന്നത് നോക്കിയിട്ട് നിങ്ങൾ സോർട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ഓക്കെ, എന്ന ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് ആണ്. എനിക്ക് നിങ്ങൾ എന്താ പറയാ, എനിക്ക് ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഓഫ് ആക്കി വെച്ചേക്കുന്നത്. ശരി, മാം വീഡിയോ ഓഫ് ചെയ്ത് തന്നെയല്ലേ എടുത്തത്. ഭയങ്കര ഇരുത്തിലിരുന്നാ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓക്കെ ആക്കാം.
ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ദ മെഡിക്കൽ ഗ്യാസസ് എന്ന് പറഞ്ഞ എന്താ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ മെഡിക്കൽ പ്രൊസീജിയറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസുകളാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഗ്യാസസ് ദാറ്റ് ആർ യൂസ്ഡ് ഡ്യൂറിങ് മെഡിക്കൽ പ്രൊസീജിയർ ആർ കോൾഡ് മെഡിക്കൽ ഗ്യാസസ്. ഡെഫിനേഷൻ ഒന്നും നിങ്ങൾ പഠിക്കണ്ട, എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഗ്യാസസ് ദാറ്റ് ആർ യൂസ്ഡ് ഡ്യൂറിങ് മെഡിക്കൽ പ്രൊസീജിയർ. ഹോസ്പിറ്റലില് മെഡിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസുകളാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓക്സിജൻ. നമുക്ക് ബ്രീത്തിങ്ങിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഓക്സിജൻ ഗ്യാസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഓക്സിജൻ ഗ്യാസ് അവിടെ പ്രൊവൈഡ് ചെയ്യും. ഓക്സിജൻ ആണ് വേണ്ടത്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, 7 ടൈപ്പ് മെഡിക്കൽ ഗ്യാസുകൾ നമുക്ക് പഠിക്കാനുണ്ട് ഇവിടെ. മെഡിക്കൽ എയർ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്, വാക്വം, കംപ്രസ്ഡ് എയർ. അവിടെ ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ നമുക്ക് പറയാം. എന്തായാലും ഹോസ്പിറ്റലിലെ മെഡിക്കൽ പ്രൊസീജിയറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസുകളാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ ഇങ്ങനെ ഡാഷ് ആയിട്ട് ചോദിക്കാം, ഗ്യാസസ് ദാറ്റ് ആർ യൂസ്ഡ് ഡ്യൂറിങ് മെഡിക്കൽ പ്രൊസീജിയർ ആർ കോൾഡ് ഡാഷ്. അപ്പൊ എന്താ എഴുതാം നമുക്ക്? മെഡിക്കൽ ഗ്യാസസ്. മെഡിക്കൽ ഗ്യാസസ് ആർ യൂസ്ഡ് ഇൻ മെഡിക്കൽ പ്രൊസീജിയർ. മെഡിക്കൽ പ്രൊസീജിയറിന് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഗ്യാസുകളാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ നോക്കിയേ. Medical gases are gases administered to patient. Administered പറഞ്ഞ എന്താ? നൽകുക. പേഷ്യന്റിന് നൽകുന്ന ഗ്യാസുകളാണ് മെഡിക്കൽ ഗ്യാസസ്. പല ഗ്യാസുകളും അത് ഏതിനൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം. നോക്കാം. മെഡിക്കൽ ഗ്യാസസ് ആർ ഗ്യാസസ് അഡ്മിനിസ്ട്രേറ്റ് ടു പേഷ്യന്റ്. പേഷ്യൻസിന് നൽകുന്ന ഗ്യാസ് ആണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. Centralized medical gases system are increasingly turning out to be an essential requirement in hospitals in the same way that other necessary services and utilities like electricity, water and air conditioning. എന്താ പറഞ്ഞേക്കുന്നേ? ഇതെന്ന് പറഞ്ഞാൽ ഈ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്രീസിംഗ്ലി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ഹോസ്പിറ്റലിലെ എസെൻഷ്യൽ റിക്വയർമെന്റ്, അത്യാവശ്യമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഈ മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓരോ ദിവസവും അതിന്റെ ആവശ്യകത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ബ്രീത്തിങ്ങിന് പ്രശ്നമായിട്ട് നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പൊ അവിടെ ഓക്സിജൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. വളരെയധികം പ്രശ്നമാണെങ്കിൽ വെന്റിലേറ്റർ വേണം. അവിടെ വെന്റിലേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് ഏത്? ഓക്സിജൻ ആണ്. ഓക്സിജൻ വേണം. അപ്പൊ അവിടെ നമ്മളിങ്ങനെ ബ്രീത്തിങ്ങിന് പ്രശ്നമായിട്ട് ചെല്ലുമ്പോൾ അവിടെ ഓക്സിജൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റിന് ഡെത്ത് വരെ സംഭവിക്കാം. അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇത് വളരെയധികം അത്യാവശ്യമാണ് ഈ മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. ഏതിനെ പോലെ? മറ്റുള്ള നെസസറി സർവീസുകൾ, യൂട്ടിലിറ്റീസ്, അവശ്യ വസ്തുക്കള്, ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഹോസ്പിറ്റലിൽ നിലനിൽക്കാൻ പറ്റുമോ? ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനിങ്ങിന് പറ്റുമോ? എല്ലാ എക്യുപ്മെന്റ്സും പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. വാട്ടർ, വെള്ളം ഇല്ലാതെ പറ്റുമോ? ഇല്ല. എയർ കണ്ടീഷനിങ്, ഇതെല്ലാം ഇതുപോലെയുള്ള മറ്റുള്ള അവശ്യ വസ്തുക്കളെ പോലെ തന്നെ വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ഗ്യാസും നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം കേട്ടോ. ഇവിടെ നോക്കിയേ. മെഡിക്കൽ ഗ്യാസസ് വിച്ച് ആർ ഗ്യാസസ് യൂസ്ഡ് ഇൻ മെഡിക്കൽ പ്രൊസീജിയർ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. മെഡിക്കൽ ഗ്യാസസ് വിച്ച് ആർ ഗ്യാസസ് യൂസ്ഡ് ഇൻ മെഡിക്കൽ പ്രൊസീജിയർ. മെഡിക്കൽ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ഏതൊക്കെയാ? അപ്പൊ ലാപ്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, അതൊക്കെ ഡീറ്റെയിൽ പഠിക്കാം കേട്ടോ. ലാപ്രോസ്കോപ്പി പ്രൊസീജിയറിന് വേണ്ടിയിട്ട്, എൻഡോസ്കോപ്പി ചെയ്യാനൊക്കെ നമ്മൾ ഈ ഗ്യാസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ലാപ്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ഇതൊക്കെ നമുക്ക് അത് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ആ വയറൊക്കെ ഇങ്ങനെ ഊതി വീർപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ള മെഡിക്കൽ പ്രൊസീജിയറുകളിൽ ആർ യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്, ചികിത്സയുടെ ഭാഗമായിട്ട്, ഫോർ അനസ്തേഷ്യ ഗ്യാസ് ആയിട്ട്, അനസ്തെറ്റിക് ഗ്യാസ് ആയിട്ട്, അത് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് കേട്ടോ. അനസ്തെറ്റിയ, നൈട്രസ് ഓക്സൈഡ്, അനസ്തെറ്റിക് ഗ്യാസ്, അനസ്തെറ്റിക് ആയിട്ട്. പിന്നെ ഫോർ ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ടൂൾസ്. ചില എൻഡോസ്കോപ്പി അവിടെ അപ്പുറ പേജിൽ വരുന്നുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ ഡീറ്റെയിൽ പറയാത്ത കേട്ടോ. അപ്പൊ ജസ്റ്റ് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. മെഡിക്കൽ പ്രൊസീജിയറിന് എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ.
എൻഡോസ്കോപ്പി, ലാപ്രോസ്കോപ്പി ഒക്കെ. പിന്നെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അനസ്തെറ്റിക് ആയിട്ട് ആൻഡ് സം ഫോർ ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ടൂൾ. മെഡിക്കൽ ഡിവൈസുകള്, ടൂളുകളൊക്കെ ഡ്രൈവ് ചെയ്യാനായിട്ട് വെന്റിലേറ്റർ, പിന്നെ സർജിക്കൽ ടൂൾസ് ഒക്കെ നമ്മള്, പിന്നെ അത് നെബുലൈസർ, ഇതൊക്കെ ഏതാണ് പൾസ് ഓക്സിമീറ്റർ, ഇങ്ങനെയുള്ള മെഡിക്കൽ ടൂളുകൾ പ്രവർത്തിപ്പിക്കാനായിട്ട്, ഡ്രൈവ് ചെയ്യാനായിട്ട് ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ടൂൾസ്, ഇതിനെല്ലാം നമ്മൾ മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ ആ സെന്റൻസ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് മെഡിക്കൽ ഗ്യാസസ് വിച്ച് ആർ ഗ്യാസസ് യൂസ്ഡ് ഇൻ മെഡിക്കൽ പ്രൊസീജിയർ. അങ്ങനെ ചോദിക്കാം. മെഡിക്കൽ ഗ്യാസസ് വിച്ച് ആർ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഡാഷ്, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന മെഡിക്കൽ പ്രൊസീജിയർ. ഇനി ഇവിടെ ചോദിക്കാം മെഡിക്കൽ ഗ്യാസസ് ആർ യൂസ്ഡ് ഫോർ ഡാഷ്, ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നുണ്ട്, അനസ്തേഷ്യ ആയിട്ട്, ആൻഡ് ഡ്രൈവിംഗ്, ആൻഡ് ഫോർ ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ടൂൾസ്. അത് 3 ഓപ്ഷനും തന്നു. നാലാമത്തെ ഓൾ ഓഫ് ദ എബോവ് എന്ന് ചോദിക്കാം അല്ലെ. ഫോർ മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ഫോർ ഡാഷ്, എന്നിട്ട് ഏന്നിടാം ട്രീറ്റ്മെന്റ്, ബി അനസ്തേഷ്യ, സി ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ്, ബി ഇടാം അവിടെ ഓൾ ഓഫ് ദ എബോവ്. ഇതിനെല്ലാം മെഡിക്കൽ ഗ്യാസുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, ഇനി നോക്കി അടുത്ത ഹെഡിങ് എന്താ? മെഡിക്കൽ ഗ്യാസ് യൂസസ് ഏരിയ ഇൻ ഹോസ്പിറ്റൽ. ഇനി ഹോസ്പിറ്റലില് ഏതൊക്കെ ഏരിയകളില് മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നുണ്ട്, എവിടെയെല്ലാം മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. മെഡിക്കൽ ഗ്യാസസ് യൂസ് ഏരിയ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് ഏത് ഏരിയകളിലൊക്കെ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഈ മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നുണ്ട്. ദ ഡിപ്പാർട്ട്മെന്റ് that use medical gases in hospital consist of rooms. റൂമുകളില് റിക്കവറി റൂം എന്ന് പറഞ്ഞ എന്താ? റിക്കവറി റൂം നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നേരെ സർജറി ചെയ്ത് അപ്പൊ തന്നെ നമ്മുടെ വാർഡിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുവരുമോ? അവരെന്ത് ചെയ്യും? കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് അവരെ അനുവദിക്കും. അതിനോട് ആ ടീച്ചറിനോട് ചേർന്ന് കണ്ടിട്ട് തന്നെ ഒരു റൂം ഉണ്ടാവും അല്ലെ? അതായത് എന്താണ്? അതാണ് നമ്മുടെ റിക്കവറി റൂം എന്ന് പറയുന്നത്. Okay, after the operation over the patient will be moved to recovery room. ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷൻ റൂം. ഓക്കെ, അപ്പൊ അത് ആ പേഷ്യൻസിനെ കുറച്ചു നേരത്തേക്ക് നമ്മൾ മാറ്റുന്നതാണ് റിക്കവറി റൂം. ആ റിക്കവറി റൂമിൽ മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അവിടെ കിടന്ന് ഒരുവിധം ഓക്കെ ആയതിനു ശേഷം മാത്രമേ അവരെന്ത് ചെയ്തു നമ്മുടെ റൂമിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുള്ളൂ. ഇതാണ് റിക്കവറി റൂം. ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ, രോഗനിർണയത്തിന്റെ ഭാഗമായിട്ട്, ആൻഡ് ഇന്റർവെൻഷൻ കേസസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമുക്ക് മെഡിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ എ ഫീൽഡ് ദാറ്റ് യൂസസ് മിനിമലി ഇൻവാസീവ് പ്രൊസീജിയർ ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഡിസീസസ്. ഡിസീസിനെയൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏരിയകൾ, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറും ട്രീറ്റ്മെന്റിനൊക്കെ ഉള്ള ഏരിയ. അങ്ങനെയുള്ളിടത്ത് പിന്നെ ഒബ്സ്ട്രെറ്റിസ് എന്ന് വെച്ചാൽ എന്താ? പ്രസവ ചികിത്സ. ഒബ്സ്ട്രെറ്റിസ് പ്രസവ ചികിത്സ, ഗൈനക്കോളജി വാർഡ്സ്, ഒബ്സ്ട്രെറ്റിസ് ആൻഡ് ഗൈനക്കോളജി വാർഡ്സ്, ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ജനറൽ വാർഡുകളില് ഇവിടെയെല്ലാം ഈ മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് യൂസ് മെഡിക്കൽ ഗ്യാസസ് ഇൻ ഹോസ്പിറ്റൽ. മെഡിക്കൽ ഗ്യാസ് യൂസ് ചെയ്യുന്ന ഈ താഴെ പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലൊക്കെയാണ്, എവിടേക്കാ? പേരുകളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. റൂംസ്, റിക്കവറി റൂം, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആൻഡ് ഇന്റർവെൻഷൻ ഏരിയാസ്, ഒബ്സ്ട്രെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വാർഡ്സ്, ICU, ജനറൽ വാർഡ് എക്സെട്ര. ഇവിടെയെല്ലാം ഈ മെഡിക്കൽ ഗ്യാസസ് ഉപയോഗിക്കുന്നുണ്ട്. Equipment is connected to the medical gas pipeline system by station outlet. Equipment system ഈ ഔട്ട്ലെറ്റുകൾ വഴി ഒരു മെഡിക്കൽ ഗ്യാസ് പൈപ്പ്ലൈൻ സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. താഴെ ഒരു പിക്ചർ കണ്ടോ അവിടെ? ഇതെന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞപ്പോ ഓക്സിജൻ ഒക്കെ കൊടുക്കണ ഈ സിലിണ്ടർ ആയിരുന്നു. ബെഡിന്റെ സൈഡിൽ തന്നെ വലിയ ഓക്സിജൻ സിലിണ്ടർ കണ്ടിട്ടില്ലേ നിങ്ങൾ? അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അത് മാറിയിട്ട് ഇപ്പൊ ഇങ്ങനെ പൈപ്പ് ലൈനിൽ കൂടെയാണ്. ഒരു പേഷ്യന്റ് കിടക്കുകയാണെങ്കിൽ അവർക്കടെ ആ ബെഡില്ലേ, ബെഡിന്റെ അവിടെ കുറെ പൈപ്പുകൾ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല, പൈപ്പ് ലൈനിൽ കൂടെയാണ്, അതായത് ട്യൂബിൽ കൂടെയൊക്കെയാണ് ഇപ്പൊ
ഇപ്പൊ ഇത് എന്ത് ചെയ്യുന്നത്, ഈ ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെയുള്ള സിലിണ്ടർ ഇല്ല. എന്നുവെച്ചാൽ മറ്റേത് ഓരോ പേഷ്യൻസിന് വരെ നമ്മൾ സിലിണ്ടർ അവിടെ കൊണ്ടുവന്ന് വെക്കായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേക്കുന്നത്, എക്യുപ്മെന്റ് സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ വഴി സ്റ്റേഷൻ ഔട്ട്ലെറ്റ് വഴി മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. എക്യുപ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം ബൈ സ്റ്റേഷൻ ഔട്ട്ലെറ്റ്. കണ്ടോ? ഇനി അടുത്തത് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ്സ്, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ വരുന്നതാണ് വാക്വം സിസ്റ്റം. വാക്വം എന്ന് കേട്ടിട്ടുണ്ടോ? വാക്വം സിസ്റ്റം, മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. വാക്വം എന്ന് പറഞ്ഞാൽ സക്ക് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഈ മെഡിക്കൽ ഗ്യാസസിൽ പഠിക്കാനുണ്ട്, വാക്വം പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം. ഇപ്പൊ ഡെന്റലിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ വായിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വായിൽ എപ്പോഴും ഇങ്ങനെ വെള്ളമൊക്കെ വരും അല്ലെ. അപ്പോ ആ വെള്ളമൊക്കെ വരുമ്പോ നമുക്കത് നേരെ തുപ്പിക്കളയാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ, അത് സക്ക് ചെയ്തെടുക്കണം. അങ്ങനെ സക്ക് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടി വാക്വം ഉണ്ട്, വാക്വം സിസ്റ്റം. ആൻഡ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ, വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസലിലും ഒക്കെ വരുന്നതാണ് ഈ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ. അത് രണ്ട് വേർഡും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ് വാക്വം സിസ്റ്റം ആൻഡ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ. വാക്വം സിസ്റ്റം ആൻഡ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞേക്കുക ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസുകൾ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാ എക്സാമിനും നമുക്ക് ഈ ഓരോന്നും തന്നിട്ട് നമ്മൾ അവിടെ ഏത് മെഡിക്കൽ ഗ്യാസാ ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാം. ഓക്കെ, നമുക്ക് 7 എണ്ണാണ് പഠിക്കാനുള്ളത്. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസസ്, ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ. നമുക്ക് ഏതൊക്കെയാണെന്നുള്ള ഗ്യാസുകൾ ഏതാണെന്ന് ആദ്യം നോക്കാം. മെഡിക്കൽ എയർ ഉണ്ട്, പിന്നെ ഓക്സിജൻ ഗ്യാസ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്, വാക്വം, കംപ്രസ്ഡ് എയർ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ 7 ഗ്യാസുകൾ ഉണ്ട്. ഈ ഓരോ ഗ്യാസുകൾക്കും ഇവിടെ കളർ കോഡ് ഉണ്ട്. ആ ഗ്യാസ് വെക്കുന്ന ആ സിലിണ്ടറിൽ അതിന്റെ അല്ലെങ്കിൽ പൈപ്പ് ലൈനിന്റെ കളർ കോഡാണ് അവിടെ പറയുന്നത്. അത് നിങ്ങൾക്ക് 2-3 പേജ് കഴിഞ്ഞിട്ട് പഠിക്കാൻ കേട്ടോ. അതും എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കളർ കോഡ് ഓഫ് ഓക്സിജൻ സിലിണ്ടർ? What is the color code of carbon dioxide cylinder? അപ്പൊ കളർ കോഡും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഞാൻ എടുക്കുമ്പോൾ തന്നെ ഞാൻ ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നുണ്ട്. പ്രത്യേകം നിങ്ങൾ ആ ഒരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ മെഡിക്കൽ എയർ എന്ന് പറയുന്നത് അതിന്റെ കളർ കോഡ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. ഇപ്പൊ നോട്ട് ചെയ്യണമെന്നില്ല, ഇത് കഴിയുമ്പോൾ ഈ ഗ്യാസ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ടേബിള് തന്നിട്ടുണ്ട്. ആ ടേബിളിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നോട്ട് ചെയ്യണമെന്നില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഈ മെഡിക്കൽ എയർ അതിന്റെ കളർ കോഡ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. അപ്പൊ ചോദിക്കാം, വാട്ട് ഇസ് ദ കളർ കോഡ് ഓഫ് മെഡിക്കൽ എയർ? ഇതാ വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഓക്കെ, ഇനി നോക്കിയേ മെഡിക്കൽ എയർ. ഫസ്റ്റത്തെ നമ്മള് മെഡിക്കൽ ഗ്യാസ് ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഓക്കെ, മെഡിക്കൽ എയർ മീൻസ് എ ക്ലീൻ സപ്ലൈ ഓഫ് compressed air used in hospitals and health care facility to distribute medical gas. അപ്പോ മെഡിക്കൽ എയർ എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകളിലും ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിലും ഒക്കെ മെഡിക്കൽ ഗ്യാസ് നമുക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കംപ്രസ് ചെയ്ത വായുവിന്റെ ഒരു ശുദ്ധമായ വിതരണം എന്നതാണ് മെഡിക്കൽ എയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അത് പൊല്യൂഷൻ ഫ്രീ ആയിരിക്കും, പ്രത്യേകിച്ച് മണമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ മിക്സർ ഓഫ് ഗ്യാസ് ആണ്. അതായത് പ്രൈമറിലി കമ്പോസ്റ്റ് ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ. നൈട്രജനും ഓക്സിജന്റെ ഒക്കെ ഒരു മിക്സർ ആയിട്ടുള്ള